അപ്പം നമ്മൾ ഇതിനകത്ത് കാണേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ വിശദമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തൊക്കെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്, അതായത് പാകിസ്ഥാൻ എന്തൊക്കെയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് പാകിസ്ഥാൻ്റെ സൈനിക താവളങ്ങളിലും തുറമുഖങ്ങളിലും ഫ്രീ ആയിട്ടുള്ളൊരു എൻട്രി അമേരിക്കയ്ക്ക് വേണം. ഇതാണ് അമേരിക്കയുടെ ഡിമാൻഡ്. അതിന് പകരമായിട്ട് അവർ നൽകുന്നത് എന്താണ്? സാങ്കേതികവിദ്യ, ആധുനികമായിട്ടുള്ള US സൈനിക സാങ്കേതിക വിദ്യയും പിന്നെ യുദ്ധവിമാനങ്ങളും, അതായത് സൈനിക ഉപകരണങ്ങൾ ആധുനികമായിട്ടുള്ള. അപ്പം നമുക്കറിയാം പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ശേഖരണം, അതായത് സൈനിക ഉപകരണങ്ങൾ നല്ലൊരു പങ്ക് അമേരിക്കയുടെയും മറ്റൊരു പങ്ക് ചൈനയുടെയുമാണ്. അപ്പോൾ അമേരിക്കയുടെ പങ്ക് കൂട്ടുക, അതായത് അതും അങ്ങനെ ഒരു ഉദ്ദേശം കൂടെ ട്രംപിന് അവിടെ ഉണ്ടായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ചൈനയുമായിട്ട് പാകിസ്ഥാനുള്ള കൂട്ടുകെട്ട് അമേരിക്ക അത്ര നല്ല ഒരു കണ്ണോടെ അല്ല അത് കാണുന്നത്. അത് അവസാനിപ്പിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അല്ല, അതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന അമേരിക്കയുടെ ഒരു ശത്രുരാഷ്ട്രം പോലെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചൈനയിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്കൊക്കെ വലിയ നികുതി ചുമത്തുക, അങ്ങനെ ഒരു ചൈനയെ മാറ്റി നിർത്താനുള്ള ഒരു നീക്കം. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള പാകിസ്ഥാൻ്റെ യുദ്ധ സമയത്തൊക്കെ പാകിസ്ഥാന് പടക്കോപ്പുകളെല്ലാം കൊടുത്തത് ചൈനയായിരുന്നു. പലതും മെയ്ഡ് ഇൻ ചൈന എന്ന് പറയും പോലെ പൊട്ടിയില്ല എന്നുള്ള ഒരു വസ്തുതയാണെങ്കിൽ പോലും ചൈന പാകിസ്ഥാനുമായിട്ടുള്ളൊരു സൗഹൃദം ഒന്ന് കുറയ്ക്കുക, അതുവഴി പാകിസ്ഥാനിലൊരു ഇടം കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും കാലത്ത് ചൈനയെ ആക്രമിക്കാനാണെങ്കിൽ വളരെ എളുപ്പമാവും. അത് നല്ലൊരു പോയിന്റാണ് ബിജേഷ്. കാരണം അങ്ങനെ ഒരു സാധ്യത കൂടെ അമേരിക്ക മുന്നിട്ട് കാണുന്നുണ്ട്. കാരണം ഇന്ത്യയുമായിട്ടും അതുകൊണ്ടാണ് ഇന്ത്യയും അമേരിക്ക വെറുപ്പിക്കാത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ രണ്ട് രാജ്യങ്ങളെയും തള്ളി പറയുന്നില്ല. അന്ന് അദ്ദേഹം അതായത് കാശ്മീർ വിഷയത്തിൽ വേണമെങ്കിൽ ഞാൻ ഇടപെട്ടിട്ടാണ് ഇത് ആണവ യുദ്ധത്തിലോട്ട് പോകാത്തത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് യുദ്ധത്തിലോട്ട് പോയില്ല, ആണവ യുദ്ധത്തിലോട്ട് പോകാതെ ഞാനാണ് തടഞ്ഞു നിർത്തിയത് എന്നൊക്കെ അദ്ദേഹം അവകാശപ്പെട്ട് ഇപ്പോഴും രണ്ട് രാജ്യങ്ങളുടെ നേതാക്കളെയും പുകഴ്ത്തി പറയുന്നുണ്ട്. അതായത് നരേന്ദ്രമോദി ഒരു ഭയങ്കരനാണ്, ഒരു ഭയങ്കര മനുഷ്യനാണ്. അതേസമയം അസീം മുനീറും ഒരു പ്രതിഭാസം തന്നെയാണ്. ഇവർ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ മനോഹരമാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് രാജ്യങ്ങളെയും വെറുപ്പിക്കാതെ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ഇങ്ങനൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.